കൊല്ലം ജില്ലയിൽ ആസ്റ്റർ PMF ആശുപത്രിയിലെ നഴ്സുമാർ കഴിഞ്ഞ 3 ദിവസമായി പ്രതിഷേധത്തിലാണ്. ചെയ്യുന്ന ജോലിക്ക് തുല്യമായിട്ടുള്ള വേതനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധം നടത്തുന്നത്. മാലാഖമാർ എന്ന പേര് മാത്രം പോരാ, അത് അവർ അർഹിക്കുന്ന വേതനം കൂടി നൽകിക്കൊണ്ട് വേണം അങ്ങനെ വിളിക്കാൻ എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. 3 ദിവസമായിട്ട് ഈ പ്രതിഷേധം തുടരുകയാണ്. 3 ദിവസമായിട്ട് സമരത്തിലാണ്. ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉചിതമായ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ന്യായമായ വേതനമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരാൾക്ക് പോലും ഒരു 1000 രൂപയ്ക്ക് മേളിൽ സാലറി ഉണ്ട്. ഞങ്ങൾക്ക് അതുപോലും ഒരു 700 രൂപയ്ക്ക് താഴെ സാലറി ഉള്ളു. ഞങ്ങൾ ജോലി ചെയ്യുന്നതിനേക്കാൾ അധികമായി ഞങ്ങൾ ഓവർ ടൈമും കൂടി ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. ഇതിനിടയിൽ അധികൃതർ ആരെങ്കിലും നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷെ അവർ നമ്മൾ പറയുന്നതൊക്കെ കേട്ടു. പക്ഷെ അവർക്ക് അവരുടെ ഒരു അഭിപ്രായം ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞത്. 2 ദിവസം കൂടെ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടപ്പാടാണോ? അതെ, കഷ്ടപ്പാട് തന്നെയാണ്. നമ്മളിവിടെ ഡ്യൂട്ടി അവർ ആണെങ്കിലും നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് കമ്പ്യൂട്ടർ തന്നെ ഒരുപാട് അടിക്കാനായിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ പേഷ്യൻ്റെ നോക്കുന്നതൊക്കെ കൂടുതൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് അടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ICUലായത് കാരണം നമുക്ക് ഒത്തിരി പേഷ്യൻ്റെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 1:2 അലോക്കേഷൻ എന്ന് പറഞ്ഞാലും അതല്ല, അതിന് കൂടുതൽ നമ്മൾ പേഷ്യൻ്റെ എടുക്കുന്നുണ്ട് ഇവിടുത്തെ. നിങ്ങൾ ഈ സമരം തുടരുന്ന സമയത്ത് ആശുപത്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റിക്കാണ്. അപ്പോൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഭീഷണിയോ അല്ലെങ്കിൽ ജോലിക്ക് കയറാൻ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരുന്നത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ എന്നയുടെ തീരുമാനത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ആരും കയറത്തില്ല. അടുത്ത വരുന്ന ദിവസങ്ങളിലെ സമരപരിപാടികൾ എന്തൊക്കെയാ? അനിശ്ചിതകാല സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അടുത്തത് 24 hours ഞങ്ങളുടെ സമരം നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ്. ചെയ്യുന്ന ജോലിക്ക് തുല്യമായിട്ടുള്ള വേതനം ഇല്ല എന്ന പരാതിയാണ് ഇവർ ഉയർത്തുന്നത്. ഈ 3 ദിവസമായിട്ട് ഈ സമരം ഇവിടെ തുടരുകയാണ്. അതിന് മുൻപ് പലതവണ അവർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തീരുമാനമുണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിലേക്ക് ഇപ്പോൾ ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.